വെള്ളമൊക്കെ പാകത്തിന് നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. കച്ചട്ടിയുടെ അളവിനാണ്. അതെ അതെ അതെ. എല്ലാവർക്കും നമസ്കാരം. CHiLLiയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മത്തങ്ങയും ചേനയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു അടിപൊളി എരിശ്ശേരി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മത്തങ്ങ നമ്മൾ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചേന ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ചേന നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ചേന പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുവാണ്. അപ്പം ഒരു ചേനയൊക്കെ പറിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ചേന നമ്മൾ പറിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ വലിയ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ പറിച്ചു വന്നപ്പോൾ ചെറിയ ചേനയാണ്. എന്തായാലും ഇത് മതി, നമ്മൾ ചെറുതായിട്ടല്ല ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മതി. അപ്പോൾ നമ്മളിന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചേനയൊക്കെ കഴുകി നല്ല സെറ്റപ്പായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അമ്മ റെഡിയാക്കി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നാക്കിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എരിശ്ശേരി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തങ്ങയ്ക്കുള്ള ആദ്യം ചേന നുറുക്കി നമുക്ക് സ്റ്റൗവിൽ അങ്ങ് കത്തിച്ചിട്ട് വേണം നമുക്ക് മത്തങ്ങ നുറുക്കാൻ. ചേനയ്ക്ക് വേവ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. മത്തങ്ങയ്ക്ക് ചേനക്കായി ചിലപ്പോൾ വേവ് കുറവായിരിക്കും. ഈ കഷ്ണം രണ്ടും കൂടെ മത്തങ്ങ മൂത്ത അല്ലെങ്കിൽ തൊണ്ട് ചെത്തേണ്ട കാര്യമില്ല. മൂത്താലെ തൊണ്ടി ചെത്തണം. തൊണ്ടിലാണ് ഇതുള്ള വിറ്റാമിനുള്ള കാര്യം. സാധാരണ എല്ലാവരും തൊണ്ടി ചെത്തി കളയേ പതിവ്. അത് നമുക്ക് തൊണ്ട് ചെത്തണ്ടെങ്കിൽ നോക്കാം, ശാലം ചെത്തി കളയാം, അത്രയും മതി. പിന്നെ അതിന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് അടുപ്പത്ത് വെക്കുക. അത് കഴിയുമ്പോൾ വേന്ത് കഴിയുമ്പോൾ ജീരകവും തേങ്ങയും കൂടെ കൂട്ടി അരച്ച് കൂട്ടുക. അരച്ചെടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചേച്ച് തേങ്ങയും ജീരകവും കൂട്ടി അരയ്ക്കുക. മുളകും കൂടെ കരിവേപ്പില ഇടണം അരയ്ക്കുമ്പോൾ. പച്ചമുളകൊന്നും വേണം, ശരിക്കും പച്ചമുളക് വേണം. അങ്ങനെ അരച്ച് കൂട്ടുക. എന്നിട്ട് പാകമായിട്ട് വാങ്ങിക്കഴിയുമ്പോൾ ഒരു തേങ്ങ നല്ലപോലെ വറുത്ത് ശരിക്കണം. തേങ്ങ തന്നെ വറുത്തിടണം അവസാനത്തേക്ക് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടി വറുത്തരിശ്ശേരി എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി വേണം ഇത് ആദ്യം ചേന നുറുക്കുക, അടുപ്പത്തേക്ക് വെക്കുക, എന്നിട്ട് മത്തങ്ങ നുറുക്കാം. അപ്പം തേങ്ങ ഇപ്പോൾ എത്ര വേണം? 2 വേണം നമുക്ക്. ചെറിയ തേങ്ങ വേണം. ഒരെണ്ണം ചെറിയ കണ്ടിട്ട് വേണം മതി അല്ലേ? എന്നാൽ ഞാനിത് ചെറിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനത് ഉടച്ചിട്ട് ചിരണ്ടി തരാമേ. അപ്പോഴത്തേക്കും അമ്മ നുറുക്കാം. ആ ചേന ഇപ്പം നമുക്ക് എന്തോരം എടുക്കണം? പകുതി മതിയില്ലേ? 3 എടുത്തുള്ളൂ. വലിയ ചേന ഒരുവിധം വലിപ്പമുണ്ട്. ഇതിനൊപ്പം തന്നെയാണോ നമ്മൾ മത്തങ്ങ? അതിന് ചേനയ്ക്കൊപ്പം തന്നെയാണ് മത്തങ്ങ ഇടുന്നത്? ഇപ്പം തേങ്ങ നമുക്ക് ചിരണ്ടി നോക്കാം എന്തോരം ഉണ്ടെന്ന്, എന്നിട്ട് നോക്കിയിട്ട് എടുക്കാമേ. ഈ എരിശ്ശേരി മത്തങ്ങ അല്ലാണ്ട് പിന്നെ നമ്മൾ വേറെ എന്നാക്കെ വെച്ചാൽ കായും ചേനയും കൂടെ വെക്കും എരിശ്ശേരി. ഈ ബലിക്കൊക്കെ ഞങ്ങളൊക്കെ വെക്കാണ് നമുക്ക് കായും ചേനയൊക്കെയാണ്. അത് കുരുമുളക് കൂട്ടിയൊക്കെ വെക്കുന്നത്. ചുമന്ന മുളക് കൂടില്ല. ചുവന്നുളക് ഇടില്ല. ഇതിപ്പോൾ സാധാ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന മത്തങ്ങയും ചേനയാകാം. കുമ്പളങ്ങയിട്ടും വെക്കും. പക്ഷേ ഇത് സാധാ എല്ലാവരും മത്തങ്ങയാണ്. ഓണക്കാലത്ത് മത്തങ്ങയാണ് പ്രധാനം. നമുക്കിവിടെ ഇപ്പോൾ ചേന നുറുക്കുന്ന കഷ്ണം കുറച്ച് ചെറുതായിരിക്കും. അത്രയും വലുതാണ് മത്തങ്ങയുടെ കഷ്ണം വലുതായിട്ട് നുറുക്കും. ചേന സ്വല്പം ചെറുതായിട്ട്, മത്തങ്ങയെക്കായാലും ചെറുതായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് നുറുക്കേണ്ടത്. ചേനയുടെ വേവ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. മത്തങ്ങയ്ക്ക് വേവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ വ്യത്യാസം കാണിച്ചിരിക്കുന്നത്. ഇനി സ്വല്പം ചേന ഇട്ടു കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടോ? ഇപ്പോൾ ഉപ്പും ഇതൊന്ന് തിളച്ചിട്ട് മത്തങ്ങ കൂടെ ഇടുമ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇടാം. കത്തിക്കട്ടെ. നമുക്ക് ചേന വെച്ചു. ഇനി ആ ചേന തിളയ്ക്കുമ്പോഴത്തേക്കും മത്തങ്ങ ഇടാറാണ്. അതിന് മുമ്പ് നമുക്ക് തേങ്ങ ഞാൻ അരച്ചോണ്ടില്ല. തേങ്ങ ഇത് അരയ്ക്കാനുള്ളത്. അത് കഴിയുമ്പോൾ നമുക്ക് വറക്കാൻ ചിലപ്പോൾ വേണ്ടി വരും എന്ന് അറിയാൻ പറ്റും. ഇത് അരച്ച് കൂട്ടിയിട്ട് പറയാം. ചിലപ്പോൾ വറുത്തിടാൻ തേങ്ങ വേറെ വേണം. ഇത് മൂടി വെക്കണോ? വേണ്ടല്ലോ, മൂടി വെക്കണോ? ഞാൻ വേറെ ഒരു പ്ലേറ്റ് എടുത്ത് പെട്ടെന്ന് വെന്തോളായിരിക്കും അല്ലേ? തേങ്ങ ഇട്ട് ഒരു 5 മുളക് ഇട്ടിട്ടുണ്ട്. ഈ വലിപ്പം 5 മുളക് എടുത്തിട്ടുണ്ടല്ലേ? കറിവേപ്പില ഇട്ട് കൊടുക്കണോ? കരിവേപ്പില വേണം. എത്ര വേണോ? അങ്ങനെയൊന്നുമില്ല, കരിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഇത് വലിയ ഇലയാണ്. അപ്പോൾ തേങ്ങ തികയില്ലേ അപ്പോൾ നമുക്ക്? ഇത് ഇപ്പം ഇനി ഈ തേങ്ങ മതിയായിരിക്കും. മിക്കവാറും ഒരു തേങ്ങ എടുത്തല്ലോ ഇപ്പം. അരപ്പിന് ഇത് മതിയോ? മതി. ഇപ്പം തേങ്ങയും ജീരകം കൂടെ ഇടണം. ജീരകം കുറച്ച് ഒരു നുള്ളു ഇട്ടാൽ മതി അല്ലേ? ജീരകം അവിയലിനും ശരിക്കൊക്കെ ജീരകം ഇടുമല്ലായിരുന്നു ധാരാളം. അടപ്പഞ്ചി
ഇനി ഞാൻ അരച്ചോണ്ട് വരാം. നമുക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ശരിക്കും തിളച്ചു. ഇനി ശാലം മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം. മത്തങ്ങയ്ക്ക് നിറമുണ്ടല്ലോ, ചേനക്കല്ലേ, ശാലം മഞ്ഞപ്പൊടി ഇട്ടേ. ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് തിളച്ചോട്ടെ എന്നിട്ടിടാം. തീർത്തി പിടിക്കാം. വെള്ളം ഉണ്ടാവും. വെള്ളം ശരിക്കും ഒത്തിരി വെള്ളം ഒഴിക്കരുത്. മത്തങ്ങ കൂടെ ഇടുമ്പോൾ മത്തങ്ങയ്ക്ക് വെള്ളമല്ലേ, ആവശ്യം ഉണ്ടേ ഒഴിച്ചാൽ മതി. ഇപ്പൊ വേണ്ട. ഏകദേശം അല്ലേ കുറച്ചുകൂടെ വേണ്ടെന്നോളൂ വേവ്. നമുക്ക് മത്തങ്ങ കൂടെ ഇടാം. ചേന ഒരുവിധം തിളച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പം ഇത് ഇടുമ്പോൾ നിറച്ച് കാണും, പക്ഷേ വെന്ത് കഴിയുമ്പോൾ കുറയും. ഇപ്പം നിറച്ചുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കണം വേണ്ടല്ലോ വെള്ളം പാകത്തിന് അല്ലേ? സ്വല്പം വെള്ളം വേണം ഒഴിക്കാം. ഇപ്പം വെള്ളം വേണമെന്ന് അറിയാം. ഇപ്പം ഇതാകുമ്പോഴേ അത് തന്നെയല്ല, ഉപ്പ് കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാം. എന്നാൽ ഉപ്പ് അങ്ങ് ഇറങ്ങിക്കോളും. അളവ് പറയാൻ സാധാരണ ഉപ്പിനൊരു അളവില്ല. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കൂട്ടിയിട്ട് കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. അത് സാരമില്ല. വെള്ളം സാരം കൂടെ ഒഴിക്കണം. കൽപ്പറ്റി ആയതുകൊണ്ട് വേഗം ചോട്ടി പിടിക്കും. മൂടി കുഴപ്പമൊന്നുമില്ല. വെക്കാം. ഇത് നമുക്ക് ഒരു നേരത്തേക്ക് രണ്ട് നേരത്തേക്ക് കഴിക്കാനുള്ള ഒരു കുടുംബത്തിനുള്ള കഴിക്കാനുള്ള. പിന്നല്ലേ ചേന മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു സ്വല്പം നേരം കഴിഞ്ഞാൽ ഉപ്പൊക്കെ പാകായെന്നൊക്കെ നോക്കിയിട്ട് അരച്ചത് കൂട്ടാം. അപ്പം ഇത് ശരിക്കും ഉടയണ്ടേ? അതിനി അരച്ചത് ഇട്ട് ഇളക്കുമ്പോൾ താഴെ ഉടഞ്ഞു പോകും. ഉടയാതിരിക്കുന്നത് നല്ല കുറച്ച് കഷ്ണം വേണം. കഴിക്കുമ്പോൾ വെള്ളം ചാലായ അത് വറ്റാനുണ്ട്. അതാ ഞാനിപ്പോൾ ചേർക്കാത്ത. കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വറ്റി കഴിയുമ്പോൾ കഷ്ണം താനെ ഉടയും. വെള്ളം ഒത്തിരി വേണ്ട. പിന്നെ നമ്മൾ ഇത് കൂടാണ്ട് വേറെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ടോ നമ്മളിപ്പോൾ ചെയ്യണല്ലാണ്ട് വേറെ രീതിയിൽ ഇനി ജീരകവും തേങ്ങയും കൂട്ടി അരച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ. ജീരകവും തേങ്ങയും മുളകും കരിയേപ്പിലൊക്കെ ഇട്ട് കൂട്ടി അരച്ചു. ഇനി ഇതങ്ങോട്ട് കൂട്ടി ഇളക്കും. ഇളക്കി വെച്ച് കഴിയുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. വാങ്ങി വെച്ചിട്ട് കടുക് വറുക്കണം. കടുക് വറുക്കുമ്പോഴത്തേന് കടുക്, മുളക്, കരിവേപ്പില, എണ്ണ ഇവിടെ എണ്ണ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാൽ തേങ്ങ കൂടെ വറക്കണം. അതിൻ്റെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ തേങ്ങ ഇട്ട് വറക്കും അതിനകത്തേക്ക്. എന്നിട്ട് അതും കൂടെ ഇതിലോട്ട് ഇടും. അന്നേരം വെള്ളമൊക്കെ നല്ല പാകം. എന്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടതാണ്. ഇനി നമുക്ക് ഈ അരച്ചത് കൂടെ അങ്ങോട്ട് ഇടാം. ഇതിട്ടിട്ട് നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കണം. ഇത് ഇട്ട് ഇളക്കി വെച്ച് വാങ്ങി വെക്കാം. ജീരകമൊക്കെ കൂട്ടിയതാണ്. ജീരകവും മുളകും കരിവേപ്പിലൊക്കെ കൂടെ കൂട്ടി അരച്ചത്. പാത്രം കുറച്ച് അല്ലേ കഷ്ണം അത് കൽച്ചട്ടി എണ്ണ വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അത് കാരണം ഞാൻ മുറുക്കെ കഷ്ണം എന്നാൽ കുറച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ അളവിനുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. അത് കാരണം ഞാൻ പിന്നെ കുറയ്ക്കാത്ത. അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ട് തുടങ്ങിയല്ലേ ജീരകത്തിൻ്റെ? എല്ലാത്തിനും കുഴപ്പമൊന്നുമില്ല. സാധനമൊന്നും കുഴപ്പമില്ല. ചേനയൊക്കെ ഇന്ന് പറിച്ചെടുത്ത ചേനയല്ല. ഒന്നിനും വേവ് താമസം വന്നില്ല. ഇനി നമുക്കൊരു ദിവസം ചേനപ്പിണ്ടി, സാധാരണ എല്ലാവരും പയറ് ചേനപ്പിണ്ടിയും കൂടെ തോരൻ വയ്ക്കും. നമുക്കൊരു ദിവസം ബീൻസ് പയറും ചേനപ്പിണ്ടിയും കൂടെ തോരൻ. ഒരു വ്യത്യാസം. ചെയ്യാം. ചേനപ്പിണ്ടി തീരുന്നതിന് മുമ്പ് വേണമെന്നേ ഉള്ളൂ. ചേനയുടെ സീസണാണ് ഇപ്പം. പിണ്ടി അത് നമ്മൾ പറിക്കുമ്പോൾ അതെല്ലാം ഒന്നിച്ച് ഒരു സീസണിൽ ഒന്നിച്ച് പറിച്ചെടുക്കണോ വേണേ? അതേ വന്നിട്ട് അങ്ങനെയാണോ? നമ്മൾ തുലാമാസം അയക്കുമ്പോൾ എല്ലാം പറിച്ചെടുക്കും. മൊത്തം ചേനയുടെ തണ്ട് പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അതിന് മുമ്പ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് ചേനപ്പിണ്ടിക്ക് സ്വാദം. നമ്മൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ടല്ലോ. ഉടഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇനി വറുത്തിടുമ്പോൾ വറുത്തരിശ്ശേരി ആയി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇത് വറക്കാനുള്ള ബാക്കി പരിപാടി നോക്കാം അല്ലേ? പരിപാടി നോക്കാം. അവിടെ വറക്കാം. തേങ്ങ പൊടിച്ചോണ്ട് വരട്ടെ. വറക്കാനുള്ള തേങ്ങ ചീനിച്ചിട്ട് എണ്ണ ഒഴിക്കാം. എരിശ്ശേരി കടുക് വറക്കാം. മുളക്,
കടുക്. എണ്ണ വെക്കാൻ ചൂടായി വന്നിട്ടുണ്ടല്ലോ. എണ്ണ ചൂടായി, കുഴപ്പമില്ല. ചൂടായി. കടുക് ആവി വന്നല്ലോ. ഞാൻ കടുക് കൂടെ ഇടാം. കരിവേപ്പില. കരിവേപ്പില. തേങ്ങ ഇപ്പോൾ നമ്മൾ ഈ കൂടെ തന്നെ ഇടുമല്ലോ അമ്മേ? അല്ല, കടുക് പൊട്ടിയിട്ട്. പൊട്ടി കഴിഞ്ഞിട്ട്? അല്ല, ഞാൻ ചോദിക്കണേ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഓർത്തെടുക്കുമല്ലോ പൊട്ടി കഴിഞ്ഞിട്ട്? പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇടുക. കടുക് പൊട്ടി തേങ്ങ കൂടെ ഇട്ടാൽ കടുക് പൊട്ടൂല. കടുക് പൊട്ടിയിട്ടേ തേങ്ങ ഇടാവുള്ളൂ. പൊട്ടി കഴിഞ്ഞ കറിയൊന്നുമില്ല അമ്മേ? പൊട്ടി. ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലേ? തേങ്ങ നമ്മൾ ആകെ 2 മുറി തന്നെ എടുത്തിട്ടുള്ളൂ അല്ലേ? അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഉണ്ടായിരുന്നു. പിന്നെ ചേർക്കുമ്പോൾ എല്ലാവരും ആവശ്യത്തിന് നോക്കിയിട്ട് അല്ലേ? അതെ, നമ്മൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് നോക്കണ്ടാവില്ലേ ശരിക്കും തേങ്ങ അല്ലേ? ഇത് വറുത്തരിശ്ശേരി ആയതുകൊണ്ടാണ് ഈ തേങ്ങയും ഒക്കെ വറക്കേണ്ടി വന്നത്. കടുക് അല്ലെങ്കിൽ വെറുതെ കടുക് വറുത്താൽ മാത്രം മതിയായിരുന്നു. നമ്മൾ തേങ്ങ ഇപ്പൊ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? ഇല്ല, വറുത്തരിശ്ശേരിക്കായതുകൊണ്ട്. നമ്മൾ സദ്യയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? സദ്യക്കൊക്കെ ഇങ്ങനെയാ ചെയ്യുന്നത് സാധാരണ. തേങ്ങ ഇങ്ങനെ വറുത്ത് അരച്ച് ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ വ്യത്യാസം. വറുത്ത തേങ്ങയുടെ സ്വാദ് കിട്ടും. അതൊരു പ്രത്യേക സ്വാദാണ്. ഒരു നല്ല സ്മെല്ലും ഉണ്ട്. ശരിക്കും കളർ മാറി വരില്ല മേനി? ശകലം മാറ്റം വരും, ചെറിയൊരു ചുമന്ന നിറം വരും. അപ്പോൾ നമുക്ക് മാങ്ങ ഇതിലോട്ട് കൂട്ടാം. ശരിക്കും പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കാറില്ലാത്തതാണ്, അത് അമ്മ ഇടാത്തതുകൊണ്ടാണോ? പച്ചമുളക് വേണം നിർബന്ധമല്ലേ? അവിയലിനും സാമ്പാറിനും മോര് കൂട്ടാനും ഒക്കെ ഉള്ള പോലെ എരിശ്ശേരിക്ക് അധികം പച്ചമുളക് വേണ്ട. വേണമെങ്കിൽ കഷ്ണം വെക്കുമ്പോൾ വേണേ വേവില്ലാത്ത കഷ്ണമൊക്കെ ആണെങ്കിൽ ഒരു മുളക് ഇട്ടാ വേകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം. മഞ്ഞപ്പൊടി ഇട്ടും മുളക് ഇട്ടും ഒക്കെ വേകാൻ എളുപ്പമുണ്ടെന്ന് അങ്ങനെയൊക്കെ ഇടും. കഷ്ണത്തേലും മുളക്. അല്ലാണ്ട് എരിവിന് വേണ്ടി അങ്ങനെ ചെയ്യാറില്ല. അതിപ്പോൾ ഈ അരച്ച് കൂട്ടിയതിൻ്റെ കൂടെ മുളക് ഉണ്ടല്ലോ, ചുമന്ന മുളക് മതി. പിന്നെ പൊടികൾ ചേർക്കണായാലും നമ്മൾ ഇത്ര പൊടി മാത്രമല്ലേ ചേർക്കണുള്ളൂ? മഞ്ഞപ്പൊടി അതല്ലേ അങ്ങനെ ചേർക്കണുള്ളൂ? ഒത്തിരി ചേരുവകളില്ലേ? ഇതിന് പ്രാധാന്യം കൂടുതൽ തേങ്ങ വറുത്തിരുന്ന. ബാക്കിയൊക്കെ എല്ലാം നമ്മൾ സാധാ എല്ലാ കറിക്കും ഉള്ള പോലെ ഉള്ളൂ. തേങ്ങ വറുത്തിടുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ നിറം മാറിയിട്ടുണ്ട്. നിറം മാറി അങ്ങോട്ട് ഒഴിക്കാം. പച്ചതേങ്ങ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളത്തിന്റെ ഒരു കിടപ്പുണ്ടായിരുന്നു അല്ലേ ആദ്യം? ഇതിന്ന് പൊടിയാക്കിയ ഒന്ന് മിക്സിയിലിട്ട് പൊടിയാക്കിയതാണ്. അത് കാരണം എളുപ്പമുണ്ട് നോക്കാൻ. അത് നമ്മൾ അല്ലാണ്ട് നമ്മൾ പൊടിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തേങ്ങ ചില തേങ്ങയൊക്കെ കടലൊക്കെ കൊത്തും വലിയ തേങ്ങയൊക്കെ ആകുമ്പോൾ വറവ് ശരിയാകില്ല. വറവ് ശരിയാകാൻ ഒരുപോലെ ഇരിക്കാൻ തേങ്ങ ഒന്ന് പൊടിച്ചു. എപ്പോഴും പൊടിച്ചു ചേർക്കുക തന്നെ നല്ലതല്ലേ? അരക്കേണ്ട ആവശ്യമില്ല, തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് വറുത്തത് ഒരു പ്രത്യേക സ്വാദാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കുറച്ചുകൂടെ മുപ്പായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചേർത്തിട്ട് ഇളക്കി എടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ഒന്നും ചെയ്യണ്ട, ഇതാണോട്ട് ചേർക്കുക മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കഷ്ണങ്ങൾ വേവാനുള്ള താമസമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ അതിൽ വരുന്നുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. എളുപ്പം ചെയ്യാവുന്നൊരു കറി തന്നെയാണ്. തേങ്ങയൊക്കെ അരയ്ക്കുന്ന താമസമുണ്ട്. പിന്നെ ചേനയുടെ ഒക്കെ വേവ് പോലെ ഇതാണ്. ഈ ചേന നല്ലതായിട്ട് വെന്തു. അത് പെട്ടെന്ന് വേവും ചെയ്തു അല്ലേ? എളുപ്പം വെന്തു. മത്തങ്ങ കൂടെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു, അതുപോലെ വന്നു. തേന തിളച്ച് കഴിഞ്ഞിട്ടേ ഞാൻ മത്തങ്ങ ഇട്ടുള്ളൂ. അല്ലെങ്കിൽ മത്തങ്ങയുടെ കഷ്ണം എല്ലാത്തിനും കുറേശ്ശെ കഷ്ണം കിട്ടാൻ പാകത്തിന് വേണമല്ലോ നോക്കാം. അല്ലെങ്കിൽ മത്തങ്ങ നന്നായിട്ട് വെന്തു പോകും. തേങ്ങ മൂത്തില്ലെങ്കിൽ മൂത്ത സ്വാദ് വരികയില്ല. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ എരിശ്ശേരി വളിക്കുകയും ചെയ്യും തേങ്ങ മൂത്തിട്ടില്ലെങ്കിൽ. തേങ്ങ മൂത്താണെങ്കിൽ വളിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല, കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല, ഇപ്പൊ ഇതിപ്പോ നാളത്തേക്ക് കൂടെ കുഴപ്പമില്ല. അധികം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറില്ല. അല്ല, കുറച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അല്ലേ അതായിട്ടും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും. തേങ്ങയൊക്കെ ശരിക്കും അതിന്റെ കളറൊക്കെ മാറി ശരിക്കും നല്ല. ഇനിയിപ്പോ ഇതിനകത്ത് ഇടുക അത്രയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇളക്കിയാൽ ശരിയായി. നമുക്ക് ഇതിനകത്തേക്ക് ഇളക്കിയാലോ? ചേർത്ത് കൊടുക്കാം. കുറച്ചെടുത്തിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ നിറഞ്ഞു കിടക്കണ്ടോ? അങ്ങനെ എടുത്തിട്ടല്ലേ ഇനി കമത്തി കഴിഞ്ഞാൽ ശീന്ന് കേൾക്കുന്നുണ്ടോ? അല്ല, നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് തേങ്ങ. ഈ ശീന്ന് കേൾക്കുകയാണ് ഏറ്റവും
അന്നേരമാണ് തേങ്ങയുടെ മൂപ്പറിയുന്നത്. മൂപ്പ് പറയുന്നത്. തേങ്ങ മൂത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ശീ കേൾക്കുന്നത്. നല്ല ഉഗ്ഗായി വെള്ളമൊക്കെ പാകത്തിന് നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. കച്ചട്ടിയുടെ അളവിനാണ് വെച്ചത്. അതെ അതെ അതെ, കൃത്യം വെച്ച പോലെ ആയി പോലെ കണക്ക് വെച്ചപ്പോൾ. അങ്ങനെയൊന്നും ആകാറില്ല, ഇന്ന് കൃത്യമാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ട്. കളറാണെങ്കിൽ എല്ലാം പാകത്തിന് തന്നെ വന്നേക്കണം അല്ലേ? ഒത്തിരി കളർ കൂടുതലും ഇല്ല, പാകത്തിന് മഞ്ഞളും ഒക്കെ എല്ലാം പാകത്തിനാണ്. തേങ്ങയുടെ വറവും ഇനിയിപ്പോൾ പറയാനുള്ള ആ ചെറിയൊരു ഇത് കിടക്കണം, എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇനി കുഴപ്പമില്ല, സംഗതി ക്ലിയറായി. അപ്പം നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലേ? ഇനി അതിലിനി വേണ്ട ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ, മതിയല്ലേ? അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒന്ന് രുചിച്ച് നോക്കാനേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതൊന്ന് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, രാവിലെ വെച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് കേട്ടോ. സ്വല്പം മോരും ഉണ്ട്. മോരൊഴിച്ചുണ്ടോ അതിനകത്ത്? മോരൊഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി കൂട്ടി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. മോരൊഴിച്ചാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ മോരും കൂടെ ഒഴിച്ചേക്കണേ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി എടുക്കാം. നല്ല ചൂടാട്ടോ, തിളച്ച് നമ്മൾ ഇപ്പോൾ വാങ്ങിയല്ലേ ഉള്ളൂ, അതിൻ്റെ ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. അമ്മ കഴിച്ചു നോക്കട്ടെ അമ്മേ. ഇതിനു മുമ്പ് ഈ എരിശ്ശേരി കൂട്ടിയിട്ടുണ്ടോ? വറുത്തരച്ച എരിശ്ശേരി അത് പൊളിച്ചോമേ. എന്നാന്നറിയോ, ഞാനിങ്ങനെ ഈ വറുത്തരച്ചിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല. ഏതോരോടാണ് ചോദിക്കണ്ട, ഏതോ കൂട്ടിയിട്ടുണ്ടോ? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ മോരൊഴിക്കാൻ പറഞ്ഞില്ല, മോരിൻ്റെ ടേസ്റ്റ് കൂടെ ചെറിയൊരു പുളിയും കൂടെ വന്നപ്പോഴത്തേക്കും അത് വേറെ ടേസ്റ്റ് ആയിട്ട് സൈഡിൽ നോക്കി നോക്കിയപ്പോഴത്തേക്കും എന്നാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ? പുളിയില്ലാത്ത കൂട്ടാനല്ലേ ശരി, അപ്പോൾ പുളിയുള്ള കൂട്ടാൻ്റെ കൂടെ കൂട്ടുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടണം അല്ലേ? അതും ആദ്യത്തെ അറിവായി പോയത്. അപ്പോൾ എന്നായാലും വിഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അല്ലേ നോക്കുക, തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിർത്താമേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.